ഒരു ഗതിയുമില്ല നടക്കുകയാണ് പാകിസ്ഥാനും പിന്നെ ചൈനയും. ഇന്ത്യക്കെതിരെ പുതിയ വ്യോമ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നീക്കങ്ങളിലാണ് പാകിസ്ഥാൻ. സ്വാഭാവികമായും ചൈനയും അവർക്കൊപ്പം ചേർന്നെങ്കിലും സ്വന്തം നിലയിൽ ഇന്ത്യക്കെതിരെ വ്യോമശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അതിർത്തി കടന്നെത്താവുന്ന ചൈനീസ് പാകിസ്ഥാൻ പോർ വിമാനങ്ങളെ തടഞ്ഞു നിർത്താൻ, അതിർത്തിക്ക് പുറത്തു വച്ച് തന്നെ അതിനെ തകർത്ത് തുരത്താൻ പുതിയൊരു പ്രതിരോധ തന്ത്ര നീക്കങ്ങൾ കൂടിയേ തീരും. അതാണ് ആക്രമിക്കാൻ വരുന്ന സപ്പോർട്ട് എയർക്രാഫ്റ്റുകളുടെ ലക്ഷ്യം വയ്ക്കാൻ രൂപകൽപ്പന ചെയ്ത റഷ്യൻ മിസൈലുകൾ സ്വന്തമാക്കാനുള്ള കരാറിൽ ഇന്ത്യ റഷ്യയുമായി ഒപ്പുവെക്കാനുള്ള സുപ്രധാന കാരണം. 300 മുതൽ 400 കിലോമീറ്റർ പ്രവർത്തന ദൂരമുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നാണ് R-37M റഷ്യൻ നിർമ്മിത മിസൈൽ. ശബ്ദത്തിന്റെ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ടാങ്കർ വിമാനങ്ങൾ അവരെ ആക്രമിച്ച് തറയിലിറക്കാൻ കഴിവുള്ള റഷ്യൻ കരുത്തുള്ള മിസൈലുകൾ. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ഘടകമായ റഷ്യൻ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കുന്നതിനായാണ് ഈ പ്രത്യേക മിസൈൽ റഷ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം $1.2 ബില്യൺ കരാറിൽ ഏതാണ്ട് 300ഓളം R-35M അൾട്രാ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ കയറ്റുമതി ചെയ്യാൻ റഷ്യ ഇന്ത്യക്ക് അനുമതി നൽകിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇത് തന്നെയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ ഭീതി വർദ്ധിപ്പിക്കുന്നത്. ക്ലോസ് റേഞ്ച് ഡോഗ് ഫൈറ്റുകളിൽ ഏർപ്പെടുന്നതിനൊക്കെ വിട. ഇനി ഉയർന്ന ശ്രേണിയിലുള്ള യുദ്ധവിമാനങ്ങളെ 300 മുതൽ 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ലക്ഷ്യം വെച്ച് തകർക്കാനുള്ള ഈ ആയുധം ഇന്ത്യക്ക് കാര്യമായ നേട്ടം നൽകുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനീസ് നിർമ്മിത J-10C വിമാനം അത് പാകിസ്ഥാൻ എടുത്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചപ്പോൾ ഇന്ത്യൻ ജെറ്റ് വിമാനം എന്നെ തറയിലിറക്കി. ചൈനയ്ക്ക് പുറത്ത് J-10C ഉപയോഗിക്കുന്ന ഏക ഓപ്പറേറ്റർ പാകിസ്ഥാനാണെന്ന് കൂടി ഓർക്കണം. അങ്ങനെ പാകിസ്ഥാൻ കൂടുതൽ നൂതനമായ ചൈനീസ് മിസൈലുകളും യുദ്ധവിമാനങ്ങളും സ്വന്തമാക്കാൻ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. പാകിസ്ഥാന്റെ വ്യോമസേന 2020 തന്നെ 35 J-10C യുദ്ധവിമാനങ്ങളും 250 PL-15E മിസൈലുകളും എയർ ടു എയർ മിസൈലുകളും ചൈനയിൽ നിന്നും ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു നീക്കത്തിനിടയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഈ എയർ ടു എയർ വളരെ കരുത്തേറിയ ഈ മിസൈൽ ഇന്ത്യ ഇപ്പോഴിതാ റഷ്യയിൽ നിന്നും കരസ്ഥമാക്കാൻ ഒരുങ്ങുന്നത്. തൊട്ടടുത്തു നിന്നുള്ള ക്ലോസ് റേഞ്ച് യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുന്ന ആ പഴയ രീതി നേരത്തെ പറഞ്ഞതുപോലെ ഡോഗ് ഫൈറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ അകലെ നിന്നുകൊണ്ട് തന്നെ സുരക്ഷിതമായി സുഖോയ് വിമാനങ്ങൾ ഇനി പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ അതടക്കമുള്ള ശത്രു വിമാനങ്ങളെ കൃത്യമായി തന്നെ ഈ R-10C മിസൈൽ കൊണ്ട് കൃത്യമായി തന്നെ തകർത്തിരിക്കും, തുരത്തി ഓടിച്ചിരിക്കും. ഒരു സംശയം വേണ്ട.